ഹലോ നമസ്കാരം, എല്ലാവർക്കും ടൈം പാസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മിനി കൂപ്പർ ഡിപ്പിങ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മളെ മിനി കൂപ്പർ. നമ്മൾ ഡിപ്പ് ചെയ്യാൻ പോകുന്ന വണ്ടി ഇതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് നാർഡോ ഗ്രേ ആണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ക്രോം പാർട്സുകൾ നമ്മൾ ബ്ലാക്ക് ഗ്ലോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിലും മറ്റ് ക്രോം പാർട്ടുകളെല്ലാം നമ്മൾ ബ്ലാക്ക് ഗ്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ ക്രോം പാർട്സും നമ്മൾ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഹാൻഡിൽ മാത്രം അവിടെ ഇട്ടിട്ടിരിക്കുകയാണ്. അത് നമ്മൾ ബോഡിയിൽ തന്നെ ഇട്ടിട്ട് ബ്ലാക്ക് ചെയ്യുന്നതാണ്. നമ്മൾ വീല് റിമൂവ് ചെയ്യാണ്. ഈ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആ ഡിപ്പ് റിമൂവ് ചെയ്ത് കളയാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് റബ്ബർ പെയിൻ്റാണ്. നമുക്ക് ഇത് പോളിഷ് ചെയ്യാം. മറ്റ് സാധാ നോർമൽ പെയിൻറ്റ് അങ്ങനെ ഉപയോഗിക്കുന്നോ ആ തരത്തിൽ നമുക്ക് ഈ ഡിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പോളിഷും വാക്സും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീല് റെഡി ആയിരിക്കുകയാണ്. ബ്ലാക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീലും മറ്റ് പാർട്സുകളും റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഈ ക്രോം പാർട്സുകളെല്ലാം ബ്ലാക്ക് ഗ്ലോസ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ബ്ലാക്ക് ഡിപ്പ് ഒരു 4-5 കോട്ട് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഒരു 3 കോട്ട് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 4-5 കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിമ്പിളായിട്ട് ഇളക്കി കളയാൻ പറ്റത്തുള്ളൂ. നല്ല തിക്ക് പെയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ സിമ്പിളായിട്ട് ഇളക്കി കളയാൻ പറ്റും. വണ്ടിയുടെ ബോഡി ചെയ്യുന്നത് നമ്മൾ നാർഡോ ഗ്രേ ആണ്. ബ്ലാക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് മാറ്റാണ്. ഇതിന് മേളിലായിട്ടാണ് നമ്മൾ ഗ്ലോസ് ഫിനിഷിങ് ചെയ്യുന്നത്, ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് മാറ്റ് റെഡി ആയിരിക്കുകയാണ്. അതിന് മേലെ നമ്മൾ ബ്ലാക്ക് ഗ്ലോസ്, അതായത് ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്തിട്ട് അത് ഗ്ലോസ് ആയിട്ട് വരുന്നതാണ്. എല്ലാ പാർട്ടുകളും ബ്ലാക്ക് മാറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ റെഡിയാണ്. നമ്മുടെ ഹൈ ഗ്ലോസ് ബ്ലാക്ക് റെഡിയാണ്. ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ക്ലിയർ ആണ്, നോർമൽ ക്ലിയർ കോട്ടില്ല. ഫ്ലെക്സിബിൾ ക്ലിയർ കോട്ട് ആകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇളക്കാൻ വളരെ സിമ്പിളായിട്ട് ഇളക്കാൻ പറ്റും. മറ്റ് നോർമൽ ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് കാലം കഴിയുമ്പോൾ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് പെയിൻറ്റിൽ. അപ്പോൾ വീലിൻ്റെ പണി കഴിഞ്ഞു. അടുത്തതായിട്ട് വണ്ടിയുടെ ബോഡി പെയിൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാർഡോ ഗ്രേ ആണ്. അതിനുവേണ്ടി ബോഡി എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗ്രേ കളർ നാർഡോ ഗ്രേ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കോട്ടാണ്. എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഡിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സാധാരണ പെയിൻറ്റ് ഗണ്ണാണ്. അതിന് സ്പെഷ്യൽ പെയിൻറ്റ് ഗണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ പെയിൻറ്റ് ഗണ്ണിൽ തന്നെ ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെറ്റാലിക് പെയിൻറ്റിങ് ആണെങ്കിൽ
നമുക്ക് സ്പെഷ്യൽ ഗണ്ണ് ഉപയോഗിക്കണം. ഇത് നമുക്ക് സാധാ ഗണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. 1.4 ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിപ്പിങ് കഴിഞ്ഞു, പോളിഷിങ് കഴിഞ്ഞു, വണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ വർക്കുകളും ഫിനിഷായി. വണ്ടി ഡെലിവറിക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ ബ്ലാക്ക് പാർട്ടുകളും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. വണ്ടിയുടെ പോളിഷിങ്ങും ഫിനിഷിങ് വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക,